എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. അവയിൽ 2 എഡിറ്റോറിയൽ ആർട്ടിക്കിൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മ്യൂക്കോർമൈക്കോസിസ് ഇഷ്യൂ. നമ്മളുടെ ഓൺഗോയിങ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു COVID-19 എന്ന പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ഒരു തരം അസുഖമാണ് ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർമൈക്കോസിസ് എന്നറിയപ്പെടുന്ന രോഗം, അല്ലെങ്കിൽ ആ രോഗാവസ്ഥ. അതിൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത് ആരാണ്, ആർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പരിണമിക്കുക, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 16/5/2021 ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് ഒന്ന് തിരികെ പോയി നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് 24-ാം തീയതി ഇതിനുണ്ടായ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മളുടെ എല്ലാവർക്കും അറിയാം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഡയബറ്റീസ് ആയിരുന്നു. 2, ഇറാഷണൽ യൂസേജ് ഓഫ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടല്ലാത്ത ഉപയോഗം, അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും ഒരു കൃത്യമായിട്ടുള്ള രീതിയിലേക്കല്ലാതെ ഒരു വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നതിനാൽ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മ്യൂക്കോർമൈക്കോസിസ് സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മ്യൂക്കോർമൈക്കോസിസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് COVID-19 വാക്സിനേഷൻ എടുക്കുക എന്നതാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇഷ്യൂ വരുന്നത് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ടുള്ള ഈ ആർട്ടിക്കിളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി ഹാസ് നൗ ആസ്ക്ഡ് ഓൾ സ്റ്റേറ്റ്സ് ടു ക്ലാസിഫൈ മ്യൂക്കോർമൈക്കോസിസ് എ ഫംഗൽ ഇൻഫെക്ഷൻ ആസ് എ നോട്ടിഫയബിൾ ഡിസീസ് അണ്ടർ ദ എപ്പിഡമിക്സ് ആക്ട് 1897. ഇതൊരു പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഹെൽത്ത് മിനിസ്ട്രി ഏത് തരത്തിലാണ് ഈ മ്യൂക്കോർമൈക്കോസിസിനെ പെടുത്തിയിരിക്കുന്നത് എന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അതായത് മ്യൂക്കോർമൈക്കോസിസിനെ ഏത് ഭാഗത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് സാധ്യതയിലേക്കാണ് പെടുത്തിയിരിക്കുന്നത്, ഏത് പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് നോക്കാം. നോട്ടിഫയബിൾ ഡിസീസ് എന്ന ഒരു പട്ടികയിലാണ് എന്തിനെ പെടുത്തിയിരിക്കുന്നത്, മ്യൂക്കോർമൈക്കോസിസിനെ പെടുത്തിയിരിക്കുന്നത് അണ്ടർ എപ്പിഡമിക് ആക്ട് ഡിസീസസ് ആക്ട് 1897. As notifiable disease, every suspected and confirmed case is to be reported to the state health department. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, as per this directive of health ministry, every such suspect or confirmed cases will have to be reported to the concerned health department of the state. കാരണങ്ങൾ നമുക്കറിയാം, പല രീതികളിലേക്ക് അറിയാം. predominantly the infection is due to the mouth cold mucormycosis. ഇത് സാധാരണ നമ്മുടെ എൻവയോൺമെന്റിൽ കാണുന്ന ഒന്നാണ് ഈ ഫംഗൈ എന്ന് പറയുന്നത്. ഈ ഫംഗൈ വളരെ അധികമായിട്ട് നമുക്ക് എൻവയോൺമെന്റിൽ കാണുന്നതും വളരെ കമ്പാരിറ്റീവ്ലി ഹാംലെസ് ആയിട്ടുമുള്ള ഒരു ഫംഗൈ ആണ്. പക്ഷേ COVID-19 ശേഷം അല്ലെങ്കിൽ COVID-19 പേഷ്യൻസിന്റെ വേണ്ടിയിട്ട് അവരുടെ അസുഖം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് തെറാപ്പി കാരണം ഈ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാതെ ആകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ഹാംലെസ് ആയിട്ടുള്ള ഫംഗൈ എന്ത് ചെയ്യാം, it could be a dangerous or harmful fungi. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, കാരണം എന്താണ്, ഒന്ന് ഇതിന്റെ അകത്ത് ഇവരുടെ സ്റ്റിറോയിഡ്സിന്റെ അൺകൺട്രോളബിൾ യൂസേജ് which may lead to the escalation of diabetic level of particular patients, and hence it would be a kind of harmful fungi in the patients who is undergoing the treatment of COVID-19. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, even the blood sugar is under control, indiscriminate steroid use can an increase in blood sugar level, making such patients more susceptible to mucormycosis infection. അതായത് സാധാരണ രീതിയിലുള്ള മനുഷ്യനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് ഇല്ലാതിരിക്കുന്ന ആളാണെങ്കിലും ശരി, ഈ സ്റ്റിറോയിഡ്സിന്റെ ക്രമാതീതമായിട്ടുള്ള ഉപയോഗം എന്തിലേക്ക് എത്തിക്കും, ബ്ലഡിൽ ഉണ്ടാവുന്ന ഷുഗർ ലെവൽ കൂടാൻ കാരണമാക്കിയേക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ബ്ലഡ് ഷുഗർ കൂടും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ ഫംഗൈ എന്താവും, മ്യൂക്കോർമൈസൈറ്റ്സ് പലപ്പോഴും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇത് എവിടെയൊക്കെയാണ്, ഇതൊരു സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്, ലീഡിങ് ടു ലങ് ഇൻജുറി,
മൾട്ടി സിസ്റ്റം ഓർഗൻ ഡിസ്ഫങ്ഷൻസ്. നമുക്ക് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ 16-ാം തീയതിയിലെ ആർട്ടിക്കിളുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ WHO പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് corticosteroids such as dexamethasone is to be used in treating patients with severe and critical COVID-19. They should not be used in non-severe COVID-19 patients. അതായത് ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡ്സ് ഒരിക്കലും COVID-19 വളരെ സിവിയർ അല്ലാത്ത, വളരെ സാധാരണ രീതിയിലുള്ള തുടക്ക സമയത്ത് ഉപയോഗിക്കരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള ജീവൻ രക്ഷാ മാർഗമായിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് WHO-യുടെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. Repurposed drugs to effective treat COVID-19 patients and the lack of clear guidelines in using certain drugs have led to indiscriminate drug use. അതായത് നമുക്കറിയാം ഇതിനൊക്കെ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു മരുന്നില്ലാത്തതുകൊണ്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റിറോയിഡ് അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾ ഈ COVID-19 ലഭ്യമല്ലാത്തത് കൊണ്ടും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇൻഡിസ്ക്രിമിനേറ്റ് ഡ്രഗ് യൂസ് ഉണ്ടാകാറുണ്ട്, which may lead to escalation of blood sugar level and eventually which will be resulted in mucormycosis. ഇത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് ശ്രമിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, COVID-19 തുടക്ക സമയമാണെങ്കിൽ അത്ര സിവിയർ അല്ലെങ്കിൽ you should not advise any kind of steroids to that particular person. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ഈ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും it will be initiating a call towards COVID-19 vaccination. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ COVID-19 with ഡയബറ്റിസ് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വൾണറബിൾ ആവുന്നത്. ഈ വൾണറബിലിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇൻസുലിൻ ഉപയോഗിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, infection can be cured even without a surgery if detected early. നേരത്തെ അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ വൈദ്യസഹായം നേടുക. This is one of the more reason why people, particularly those with diabetes, should get vaccinated soon. അതുകൊണ്ട് തന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, വാക്സിനേഷൻ ആദ്യം തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബേസ് ചെയ്തൊരു മെയിൻ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിലിം ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കറിയാം ഇതിനകത്ത് മ്യൂക്കോർമൈക്കോസിസും COVID-19 ഒരു ഡയബറ്റീസുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. അതിനൊപ്പം തന്നെ എന്താണ്, ഡയബറ്റീസ് ട്രീറ്റ്മെന്റിന് ഒപ്പം തന്നെ ചെയ്യേണ്ട ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷൻ ആണ് COVID-19 വാക്സിനേഷൻ കൃത്യസമയത്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, COVID-19 പ്രിവെന്റ് ചെയ്യാൻ പറ്റും. COVID-19 പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ you just need only നമ്മളുടെ ഇതിന് വേണ്ടുന്ന ഇൻസുലിൻ മാത്രമാണ് ഈ ഡയബറ്റീസിനെ അല്ലെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിസിൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റിറോയിഡ്സിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഒരിക്കലും മ്യൂക്കോർമൈക്കോസിസിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ആർട്ടിക്കിളിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളായിട്ട് എടുത്തു പറയേണ്ടത്. അടുത്തത് വാട്സാപ്പ് ആൻഡ് ഇറ്റ്സ് ഡ്യൂബിയസ് ക്ലെയിംസ്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. വാട്സാപ്പിന്റെ ഒരു പ്രൈവസി പോളിസിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൈവസി പോളിസി മെയ് 15-ാം തീയതി മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ മെയ് 15-ാം തീയതി മുതൽ നിലവിൽ വന്ന ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് രണ്ടായിട്ട് യൂസേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിസിനസ് യൂസേഴ്സും മറ്റൊന്ന് പ്രൈവറ്റ് യൂസേഴ്സും. ഇപ്പൊ ബിസിനസ് യൂസേഴ്സിന്റെ ഡേറ്റാ ബേസുകൾ പലപ്പോഴും എന്തു ചെയ്യാറുണ്ട്, ഇവരുടെ മദർ കമ്പനി ആയിട്ടുള്ള ഫേസ്ബുക്കിന് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഈ ഫേസ്ബുക്കിന് നൽകുമ്പോൾ എന്താ ഫേസ്ബുക്കിന് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടെ അല്പം കൂടെ ഒരു ടാർഗറ്റഡ് മാർക്കറ്റ് ഇവർക്ക് സാധിക്കും. ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ഇവർക്ക് സാധിക്കും. അതായത് ഇവർക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെയാണ് ഈ FBയുടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ഒരു എന്താ പറയാ ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്കില്ലാത്തതിനാൽ എന്താണ് സംഭവിക്കുക, ഒരു GDPR ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പോലുള്ള ഒരു സ്ട്രോങ് ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പലതരങ്ങളിലുള്ള കമ്പനികളുണ്ട്. അതായത് സ്റ്റാർട്ടപ്പുകളുണ്ട്, 1, 2 MSMEകളുണ്ട്,
അതല്ലെങ്കിൽ മീഡിയം കമ്പനികളുണ്ട്, ലാർജ് കോർപ്പറേറ്റുകൾ വരെയുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ കമ്പനികളുടെ ഡേറ്റാബേസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, സിമിലർ ബിസിനസ് ചെയ്യുന്ന ലാർജർ ബിസിനസ് ഹൗസുകളെ ലൂട്ട് ചെയ്യാനും ഇവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ ഇവർ സ്നാച്ച് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം, ലാർജ് ബിസിനസ് ഹൗസുകൾ സ്നാച്ച് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡൗട്ട് കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പലപ്പോഴും പറയുന്നത് എന്താണ്, ഈ തരത്തിലുള്ള ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോളിസി, പ്രൈവസി പോളിസിയാണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇതിനെ വാട്സാപ്പ് ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് സൈൻ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സിമിലർ ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്. നമുക്കറിയാം ടെലിഗ്രാം പോലുള്ള, സിഗ്നൽ പോലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ദോസ് ആപ്ലിക്കേഷൻ ഫോർ യുവർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നിനെയും കൺട്രോൾ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ശ്രമിക്കുന്നില്ല. ഇവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ ഓപ്റ്റ് ഔട്ട്. ഇതൊരു സൊല്യൂഷൻ ആയിട്ട് അവര് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് മുന്നോട്ട് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഈ ഓപ്റ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് വാട്സാപ്പിനെ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്ര കണ്ട് ഫലവത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 5G ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ട്. ഈവൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് 5G ആസ് വെൽ. പക്ഷെ എന്ത് ചെയ്യാം, പക്ഷെ പല റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഏതെങ്കിലും വില്ലേജുകളിൽ അല്ലെങ്കിൽ ഡേറ്റ അത്ര അധികം സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ബാൻഡ് വിഡ്ത്തിൽ പോലും വർക്ക്ഔട്ട് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വാട്സാപ്പ്. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാട്സാപ്പ് വെറും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാത്രമല്ല. ഇപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്, it is to transfer money from one person to another, and you can utilize this WhatsApp for shopping as well. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഫസറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര വേഗം ഈ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് മാത്രമല്ല, പല ഗവൺമെന്റ് അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന ആളുകൾ പലപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഈ ഒരു വാട്സാപ്പിനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ടൂളുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ വീണ്ടും പറയുന്ന ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സാപ്പ് ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അത് ബിസിനസ് അക്കൗണ്ടിനെ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. ഈവൻ ദോ എന്താണ് ഇവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം വാട്സാപ്പ് പറഞ്ഞിരിക്കുന്നത്, ഇത് പലപ്പോഴും എന്താണ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സൂം, സൊമാറ്റോ, റിപ്പബ്ലിക് വേൾഡ്, ഓല, ക്യാബ്സ്, ട്രൂ കോളർ, ബിഗ് ബാസ്ക്കറ്റ്, കൂ ആൻഡ് പബ്ലിക് കമ്പനീസ് സച്ച് ആസ് ആരോഗ്യ സേതു, ഭീം, എയർ ഇന്ത്യ തുടങ്ങി നമ്മുടെ റെയിൽവേ, കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വരെയുള്ള എല്ലാ ഡിവൈസുകളും, എല്ലാ ആപ്ലിക്കേഷൻസും ദേ പ്രിഡോമിനന്റ്ലി കളക്ട് ഡേറ്റ ഓർ പ്രൊഫൈലിംഗ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് as per their utilization of internet. അവരുടെ ഉപയോഗത്തിനനുസരിച്ച് അവരെ എന്ത് ചെയ്യാറുണ്ട്, സെക്ഷൻ ചെയ്യാറുണ്ട്, അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ ടാർഗറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് ഈ വാട്സാപ്പും ഫേസ്ബുക്കും മാത്രമല്ല കളക്ട് ചെയ്യുന്നത്, പകരം ഈ പറഞ്ഞ എല്ലാ കമ്പനികളും ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒന്ന് മാത്രമാണ് എന്നുള്ള ഒരു നിസാരവൽക്കരണമാണ് വാട്സാപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഡേറ്റാബേസ് ഓൾമോസ്റ്റ് ആര് കളക്ട് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫേസ്ബുക്ക് കേംബ്രിഡ്ജ് അനലിറ്റിക്ക സ്കാൻഡൽ ഇന്റർനാഷണലി ആൻഡ് ഇൻ ഇന്ത്യയിൽ എല്ലായിടത്തും ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമാണ്, ഒരു സാധ്യതയാണ്. The personal data were always being collected by Facebook. അപ്പൊ എന്ത് ചെയ്യാം, അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. Along with that, ഈ ബിസിനസ് അക്കൗണ്ടിലെ ഡേറ്റകൾ കൂടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൺസേൺ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, സോ ദാറ്റ് വി നീഡ് ടു ഹാവ് എ കൈൻഡ് ഓഫ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. അതായത് GDPR പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ എന്താണ്, കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ ടെക്നിക്സ് എന്ത് എത്തിക്സ് കൂടി കോഡ് ഓഫ് എത്തിക്സ് കൂടി നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. കാര്യം ഈ വാട്സാപ്പും അല്ലെങ്കിൽ ഇതുപോലുള്ള സാധ്യതകൾ മാത്രമല്ല ജനങ്ങളുടെ ഡേറ്റ തെഫ്റ്റ് ചെയ്യുന്നത്, പകരം എന്താണ്, ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന ഓരോ എഡ്യൂക്കേഷൻ ആപ്പുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഇമോഷൻസും അവരുടെ
പ്രിഫറൻസുകളും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഇവർ അനലൈസ് ചെയ്യുന്നുണ്ട്, അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇൻ ഓൾ മീൻസ് ഇന്ത്യ നീഡ്സ് എ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, സെയിം സംതിങ് ലൈക്ക് GDPR. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ഇന്ത്യക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ആരോഗ്യ സേതു പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ, നമ്മൾ പലപ്പോഴും കോവിൻ പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ ഇവർ ചോദിക്കുന്ന പല ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, which may also be manipulated for the purpose of data transfer towards this kind of private health insurers. ഈ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇൻ ഓൾ മീൻസ് the data of every single citizen is valid and important, so that we will have to protect every single individual from being thefted from we have to protect every single citizen with their own data. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടുന്ന സ്ട്രോങ് റെഗുലേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് നമ്മളുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? നമ്മൾ പറഞ്ഞ ഒന്നാമതൊരു പോയിന്റ് ആണ്, the observation of the competition commission of India that WhatsApp is misusing its dominant status. അപ്പം എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അല്ലെങ്കിൽ CCI എന്താണെന്ന് നമ്മൾ അറിയണം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, it is a statutory body of the government of India responsible for the Enforcing Competition Act 2002. It was duly constituted in the year 2009. 2009 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. The Monopolies and Restrictive Trade Practices Act 1969 was repealed and replaced by Competition Act 2002 on the recommendation of Raghavan Committee. Raghavan Committee എന്ന് ഓർത്ത് വയ്ക്കുക. Raghavan Committee ഏത് വർഷമാണ്? 2002, 2009. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കുക. Raghavan Committee, which is related to Competition Commission of India. The commission consists of 1 chairperson and 6 members as per the Competition Act, who shall be appointed by the central government. Central government കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ചെയർപേഴ്സണും 6 മെമ്പേഴ്സും, ഓൾ ടുഗദർ 7 മെമ്പേഴ്സ് ആണ് ഇതിനുണ്ടാവുക, കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഉണ്ടാവുക. ഇറ്റ് ഇസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി which gives opinion to statutory authorities and also deal with other cases. The chairperson and other members shall be whole-time members. Eligibility of members: the chairperson and every other member shall be a person of ability, integrity and standing, and who has been or is qualified to be a judge of High Court, has a special knowledge of special experience of not less than 15 years in international trade, economics, business, commerce, law, finance, accountancy, management and so on. ഇതൊക്കെയാണ് ഒരു എലിജിബിലിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. ബേസിക്കലി ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ എല്ലാ മെമ്പറിനും എന്തായിരിക്കണം, ഒരു കോടതിയുടെ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് INS ജലാശ്വ എന്നൊരു കപ്പലിനെ കുറിച്ച്. ഈ INS ജലാശ്വയാണ് നമുക്ക് പലപ്പോഴും എന്താണ്, വിശാഖപട്ടണത്തിൽ ഏകദേശം 300 മെട്രിക് ടൺ ഓക്സിജനും 3600-ലധികം ഓക്സിജൻ സിലിണ്ടേഴ്സുമായിട്ട് സിംഗപ്പൂരിൽ നിന്നും ബ്രൂണയിൽ നിന്നും നമുക്ക് വേണ്ട സപ്ലൈസ് എത്തിച്ചത്. ഇതിന്റെ പേരായിരുന്നു, ഈ ഓപ്പറേഷന്റെ പേരായിരുന്നു ഓപ്പറേഷൻ സമുദ്ര സേതു 2 എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സമുദ്ര സേതു 2 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും, ഓപ്പറേഷൻ സമുദ്ര സേതു 1 ഉണ്ടാവും. ഇത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു? വന്ദേ ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു സമുദ്ര സേതു ഉണ്ടായിരുന്നത്. VBM, Vande Bharat mission എന്താണ്? It's the biggest civilian evacuation exercise to bring back Indians stranded abroad amidst the coronavirus induced travel restrictions. അതായത് 2020 ഉണ്ടായ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ്. എന്തുകൊണ്ട്? കൊറോണ വൈറസ് ഉണ്ടായ ട്രാവൽ റെസ്ട്രിക്ഷൻസ് കാരണം കുടുങ്ങിപ്പോയ ജനതയെ അല്ലെങ്കിൽ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ പ്രോജക്റ്റ് ആണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുമായിട്ട് ഉൾപ്പെടുത്തിയ ഇതിന്റെ കൂടെ ലോഞ്ച് ചെയ്ത ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് സർപാസ്ഡ് ദ ലാർജ് സ്കെയിൽ എയർലിഫ്റ്റ് ഓഫ് 1,77,000 people in 1990 at the onset of Gulf War. 1990 ബ്രോക്ക് ഔട്ട് ചെയ്ത ഗൾഫ് വാറിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 1,77,000 പേരെക്കാൾ കൂടുതൽ ആളുകളെ ഇതിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച കപ്പലുകളാണ് ഒന്ന് ജലാശ്വ, ഐരാവത്, ഷർദുൽ ആൻഡ് മഗർ.
participated in this operation. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ സമുദ്ര സേതുവുമായിട്ട് അല്ലെങ്കിൽ സമുദ്ര സേതുവിൽ പങ്കെടുത്ത വെസൽ 1 ജലാശ്വ, 2 ഐരാവത, 3 ഷർദുൽ and Magar participated in the operation. Around 4,000 Indian citizens stranded in neighboring countries amidst COVID-19 outbreak were successfully repatriated back to India. Indian Navy has previously undertaken similar evacuation operation as part of Operation Sukoon. 2006 Beirut Operation Berahat in 2015 Yemen. ഇതൊക്കെയാണ് രണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആയിട്ട് പറയുന്നത്. ഇപ്പം ഈ ഇയർ ഒന്ന് ഓർത്ത് വെക്കുക, അതുപോലെ ഈ വെസൽസിന്റെ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു 2 എന്ന് പറയുന്നത്. 7 Indian naval ships, namely Kolkata, Kochi, Talwar, Tabar, Trikand, Jalashwa and Airavat, have been deployed for shipments of liquid medical oxygen, filled cryogenic containers and associated medical equipments from various countries. ഇതിനകത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അതായത് ഓപ്പറേഷൻ സമുദ്ര സേതുവിലും സമുദ്ര സേതു 2വിലും വർക്ക് ചെയ്ത കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജലാശ്വം ഉണ്ട്, ജലാശ്വ ആൻഡ് ഐരാവത് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജലാശ്വ ആൻഡ് ഐരാവത് ആണ് രണ്ട് ഓപ്പറേഷൻസിലും, അതായത് ഓപ്പറേഷൻ സേതു 1ലും ഓപ്പറേഷൻ സേതു 2വിലും വർക്ക് ചെയ്ത ഇന്ത്യൻ നേവൽ ഷിപ്പാണ് എന്താണ് ജലാശ്വ ആൻഡ് ഐരാവത് എന്നറിയപ്പെടുന്ന കപ്പലുകൾ. അത് 2 ships, INS Kolkata and INS Talwar, have entered the port of Manama, Bahrain, to carry back 40 tons of liquid oxygen to Mumbai. The INS Jalashwa is en route to Bangkok, while INS Airavat is on its way to Singapore on its similar mission. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചോദ്യമായിട്ട് വരാൻ പറ്റുക. ഏതൊക്കെയാണ്, എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു സമുദ്ര സേതു 2വിൽ? 7 കപ്പലുകൾ ഉണ്ടായിരുന്നു. പകരം എന്താണ്, സമുദ്ര സേതു 1ൽ എന്തൊക്കെയാണ്? ജലാശ്വ, ഐരാവത്, ഷർദുൽ ആൻഡ് മഗർ. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ ഷിപ്പ്. രണ്ടിലും പങ്കെടുത്ത കപ്പലുകളാണ്, ഒന്ന് ജലാശ്വയും മറ്റൊന്ന് ഐരാവത്തും. ഓപ്പറേഷൻ സേതു സമുദ്ര സേതു 1ലും ഓപ്പറേഷൻ സമുദ്ര സേതു 2വിലും വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് കപ്പലുകളാണ് ജലാശ്വ ആൻഡ് ഐരാവത്. ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മ്യൂക്കോർ മൈക്കോസിസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ 16-ാം തീയതിയിലെ ആർട്ടിക്കിൾ ഉണ്ട്, അതും കൂടെ ഒന്ന് വായിക്കാം. അതിനുശേഷം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വാട്സാപ്പ് പ്രൈവസി പോളിസിയെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളും അല്ലെങ്കിൽ ആ ഒരു ഡെയിലി ന്യൂസ് അനാലിസിസും കൂടെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക.